അപ്പോൾ അതെ നമസ്കാരം, ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോണേ നമ്മളൊരു 2 വർഷം പഴക്കമുള്ള 710 പാർട്ടി ബോക്സ് ആണ് JBL ഒന്ന് പരിചയപ്പെടുത്താന്ന് ഓർത്ത്. അപ്പോൾ നമ്മുടെ അനിയന്റെ കല്യാണത്തിനായിട്ടൊന്ന് പാർട്ടി ഇടാനായിട്ട് എടുത്തതാണ്. അപ്പോൾ പിന്നെ അതിന്റെ ഒരു വൈബ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ നേക്കാമെന്ന് ഓർത്താണ് നമ്മളിത് കാണിച്ചത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സനീഷ് സതീശൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വർഷം പഴക്കമുള്ള ഒരു JBLന്റെ പാർട്ടി ബോക്സ് 710 ആണിത്. ഇതിനു മുമ്പ് നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ടും അൺബോക്സിംഗ് ഒക്കെ ആയിട്ട് ഈ മോഡൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഫ്രഷ് മോഡലുകൾ കാണിച്ചത്. പക്ഷെ കുറച്ച് ഉപയോഗിച്ച് കുറച്ച് കാലപ്പഴക്കമുള്ള ഒരു മോഡൽ കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ നേരത്തെയുള്ള വീഡിയോയുടെ താഴത്ത് വന്ന കമന്റുകളിൽ ഇത് എത്ര കാലം പോകും, എന്തൊക്കെ കൂടുതൽ കംപ്ലൈന്റ് വന്ന സർവീസ് സെന്റർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ 2 വർഷം ഒരു കംപ്ലൈന്റും ഇല്ലാതെ വർക്ക് ചെയ്ത് അത് നമ്മുടെ ഒരു സുഹൃത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡൽ കൂടിയാണ്. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി പഴയ കമന്റുകളൊക്കെ വായിച്ചപ്പോൾ. അതുകൊണ്ട് വന്നതാണ്. 8 ഇഞ്ചിന്റെ 2 ഊഫറുകളും 2.27 ഇഞ്ചസിന്റെ 2 ട്യൂട്ടറുകളുമാണ്. പിന്നെ കുറേ ലൈറ്റ് ഷോയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിൽ ഇതുപോലെ ഗ്രിപ്പ് ഉണ്ട്. ട്രോളി ടൈപ്പാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള 2 ട്രോളി ആയതുകൊണ്ട് 2 വീലുകൾ വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലാണ് എൻ്റെ കൺട്രോളൊക്കെ വരുന്നത്. അതിൽ 2 മൈക്കിന്റെ ഇൻപുട്ടുകളും അതിന്റെ കൺട്രോളുകളും ഉണ്ട്. അതിൽ ഒരെണ്ണം ഗിത്താറായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. മറ്റൊന്നൊരു TWS ബട്ടൺ കാണുന്നുണ്ട്, ട്രൂ വയർലെസ് സ്റ്റീരിയോ സിസ്റ്റം. ഇതേപോലത്തെ മറ്റൊരു സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ ഓക്സിലറി ഇൻപുട്ട് ഉണ്ട്, USB ഉണ്ട്. ഇതൊക്കെ നോർമലി JBLന്റെ എല്ലാ പാർട്ടി സ്പീക്കറിലും ഉള്ള ഇൻപുട്ടുകളൊക്കെ തന്നെയാണ്. മുകളിൽ തന്നെയാണ് കൺട്രോൾ യൂണിറ്റ് എല്ലാം വന്നത്. അതിൽ ബ്ലൂടൂത്തിന്റെ ബാസ് ബൂസ്റ്റ് ചെയ്യാനുള്ളത്, ലൈറ്റിന്റെ കൺട്രോളുകൾ, വോളിയം കൺട്രോൾ, പിന്നെ കരോക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കരോക്കയുടെ ബാസ്, ട്രബിൾ, എക്കോ ഒക്കെ ചെയ്യാനുള്ളത്, 3 DJ എഫക്റ്റുകളുടെ സ്വിച്ചുകൾ. ബാക്കിയുള്ള നമുക്ക് ഫോണിന്റെ ആപ്പിലൂടെ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിലെ JBLന്റെ പാർട്ടി സ്പീക്കറിന്റെ ആപ്പ് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് നമ്മൾ ഓവറോൾ നോക്കാൻ നേരത്ത് നല്ല ഒരു ബ്ലാക്ക് കളറിലാണ്. കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ബ്ലാക്ക് കളറിൽ കുറച്ച് അഴുക്കൊക്കെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു അലൂമിനിയത്തിന്റെ ഗ്രില്ല്, സെൻട്രലായിട്ട് JBLന്റെ ഒരു ഓറഞ്ച് കളറിലെ ബാഡ്ജിങ്, സൈഡിലായിട്ട് 2 LED സ്ട്രിപ്പ്, അതിനകത്ത് കുറച്ച് സ്റ്റാർ ലൈറ്റുകൾ, 2 ഫ്ലാഷറുകൾ, ഇതിന് ചുറ്റും ഒരു ഡൈനാമിക് ഒരു ലൈറ്റ് ഷോ, ഒരു 8ന്റെ ആകൃതിയിലാണ്, 8ന്റെ ആകൃതിയിൽ ഒരു ഡൈനാമിക് ലൈറ്റ് ഷോ. നേരത്തെ പറഞ്ഞ പോലെ സൈഡിലേക്കൊക്കെ ചരിച്ചിടാനുള്ള ഓറഞ്ച് കളറിലെ 2 ഗ്രിപ്പ് ഇടത് സൈഡിലും 2 ഗ്രിപ്പ് വലത് സൈഡിലുമായിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫൈബറിൽ MDFിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബോഡി. അത്യാവശ്യം ഹെവിയാണ്. 2 പേര് ഇത്തിരി മുക്കിയിട്ട് മാത്രമേ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയാൻ പറഞ്ഞിരുന്നു 800 വാട്ട്സ് ആണ് ഇതിന്റെ RMS പറഞ്ഞാൽ. പാടാമട്ടെ, നമുക്ക് പാട്ടൊക്കെ ഇട്ട് തുള്ളാം. വാ, പിടിച്ചോ 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 പിടിച്ചോ. നമ്മുടെ സെറ്റ് കൊണ്ട് വെച്ച് ആകെ അണച്ചു പോയി. ഓണാക്കി കണ്ട, ലൈറ്റ് അങ്ങോട്ട് ഓൺ ചെയ്യണേ. കണ്ട, ഇച്ചിരി പഴക്കമുള്ളതുകൊണ്ട് ലൈറ്റിലൊക്കെ ഇച്ചിരി പൊടി അഴുക്കൊക്കെ ഉണ്ട്. ഇപ്പോഴും പെർഫെക്റ്റ് ആണ് ആള് വർക്കിലൊക്കെ. അതിലേക്ക് തന്നെ ബ്ലൂടൂത്തിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് മിന്നും. ഒപ്പം കണ്ടോ ലൈറ്റ് കത്തണം. ലൈറ്റിൻ്റെ കൺട്രോളിൽ തിരിക്കുമ്പോൾ ഓരോരോ കളറായിട്ട് ചേഞ്ച് ചെയ്യണോട്ടാ. കളർ ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണാണിത്. ഉണ്ടാ, ഇത് നമ്മുടെ വോളിയം കൺട്രോളാണ്. നമ്മൾ വോളിയം കൂട്ടുമ്പോൾ ആ വോളിയത്തിൻ്റെ എത്ര അളവ് എന്നുള്ള രീതിയിൽ ആ റൗണ്ട് തെളിഞ്ഞെളിഞ്ഞു വനാണ്. ഇനി ഇതിൻ്റെ കൂടെയുള്ളത് പ്ലേ ആൻഡ് പോസിൻ്റെ ബട്ടണാണ്. പിന്നെ ഇത് DJ ഫംഗ്ഷൻ. അടുത്തത് ഇതുപോലെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഹോൾഡർ, പിന്നെ ട്രോൾ ചെയ്യാണ്ട് വലിച്ചുകൊണ്ട് പോകാനൊരു ഹാൻഡിൽ, അതിലൊരു റബ്ബർ ഗ്രിപ്പ്. നോക്കിയേ, അങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ JBLന്റെ പാർട്ടി ബോക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ JBL നമ്മൾ ലൈറ്റ് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ കണ്ടോ. ലൈറ്റ് കൺട്രോളിനകത്ത് അതിൻ്റെ സ്റ്റാർ ലൈറ്റുകൾ, അതിൻ്റെ ഫ്ലാഷറുകൾ, സ്ട്രിപ്പ് ലൈറ്റ്, പിന്നെ ഊഫറിൻ്റെ ചുറ്റുമുള്ള ആ റൗണ്ട് ഷേപ്പിൽ ഏത് ഡൈനാമിക് ലൈറ്റ് എല്ലാം കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനകത്തുണ്ട്. സ്റ്റാർ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ഫ്ലാഷർ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ ഫ്ലാഷർ മിനി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇനി താഴത്തെ ഫ്ലാഷർ, സ്ട്രിപ്പ് ലൈറ്റ് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാനുള്ളത്. തൊട്ട് താഴെയായിട്ട് വന്നു ഇക്വലൈസർ, ബാസ്, മിഡ്, ട്രിപ്പിളൊക്കെ കൂട്ടുന്ന ഇക്വലൈസർ, പിന്നെ ബാസ് ബൂസ്റ്റ് ചെയ്യുന്നത്, ഡീപ്പാക്കുന്ന, പഞ്ചിയാക്കുന്ന, പ്ലേ ആൻഡ് പോസ്, DJ സൗണ്ട്സ്, കരോക്കെ ചെയ്യാനുള്ള എല്ലാ ബട്ടണും ഉണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം TWS കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കൂടെയാണ്. TWSനുണ്ടോ. പിന്നെ പ്രോഡക്റ്റ് സെറ്റിങ്സ്, ഇതൊക്കെയാണ് കോമൺ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണിത്.
അപ്പോൾ നമ്മുടെ പാർട്ടി ബോക്സ് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണം നോക്കണം തന്നെ. അപ്പോൾ നമ്മൾ ഈ കല്യാണത്തിന് കൊണ്ടുവന്ന് ഇവനെ മാക്സിമം ഉപയോഗിച്ചാണ്. വലിയ പതർച്ചയോ ബഹളങ്ങളോ ഒന്നുമില്ല. നേരത്തെ കണ്ട വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ അത്യാവശ്യം ഒരു ഭീകരൻ തന്നെയാണ് ആള്. അവിടെ ഇവിടെ കുറച്ച് സ്ക്രാച്ചുകൾ കാലപ്പഴക്കം കൊണ്ടുണ്ടായതല്ലാതെ ഒരു സൗണ്ടിന് പോലും ഒരു പതർച്ചയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏകദേശം 65,000 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. നമ്മുടെ മുമ്പിലുള്ള വീഡിയോസിലും ഇതിന് മുമ്പുണ്ടായിരുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നതാണ്. അത്യാവശ്യം വിലയുള്ള മോഡലാണ് ഈ ഇരിക്കുന്ന മുതൽ. ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോക്കകത്ത് പറയാനുണ്ടായിരുന്നത്. നേരത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോസിനകത്ത് മുമ്പുള്ള JBLന്റെ പാർട്ടി ബോക്സ് 710 വീഡിയോസിനകത്തൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ആള് ഒരു ഭീകരൻ തന്നെയാണ്. അത്യാവശ്യം ഈ ഒരു പരിപാടി കവർ ചെയ്യാൻ ഇവന് ഒരാൾക്ക് തന്നെ സാധിച്ചു. 800 വാട്ട്സ് RMS ആണ്. അപ്പോൾ ലൈറ്റ് ഷോ ഒക്കെ ആയിട്ട് പരിപാടി അങ്ങ് കളറായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാക്കൊക്കെ കൊടുക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.